നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ ആയിരിക്കും അല്ലെങ്കിൽ വൈഫൈ ആയിരിക്കും. പക്ഷെ എന്തെന്നായാലും നമുക്കൊരു ഡാറ്റ പ്ലാൻ ഉണ്ടാവും. മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു ദിവസം 1.5 GB 2 GB 1 GB 4 GB ഇങ്ങനെ ഒരു കണക്കുണ്ടാവും. പക്ഷെ ഈ കണക്ക് ഓർമ്മയില്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗിക്കും, പെട്ടെന്ന് തീരും. അത്യാവശ്യത്തിന് ഒരു മെസ്സേജ് വിടുകയും നമുക്ക് ഡാറ്റ ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ എത്ര ഉപയോഗിച്ചിരുന്നു, ഓരോ സമയത്തും എത്ര ഉപയോഗിച്ചെന്ന് നമുക്കിങ്ങനെ അറിയാൻ കഴിഞ്ഞാലോ, അതിങ്ങനെ ഇതുപോലെ ഇതാ കാണുന്നുണ്ടോ, ഇതുപോലെ ഫോണിൽ കാണിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഡാറ്റ എങ്ങനെ ഇവിടെ കാണിക്കുക, ഇതെങ്ങനെ കാണിക്കുക. ഇത് വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്. നമുക്ക് നമ്മളെ ഡാറ്റ ഉപയോഗം അറിഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഡാറ്റ ഉപയോഗം കൺട്രോൾ ചെയ്യാം. അതിന് നിങ്ങൾക്ക് വിഡ്ജറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ഇത് സംഭവം ഒന്ന് നോക്കിക്കോ, എന്നിട്ട് മാണെങ്കിൽ എടുത്തോ മാണെങ്കിൽ ഒഴിവായിക്കോ. ഈ ഡാറ്റ കൗണ്ടർ വിഡ്ജറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തോ, പിന്നെ അതിലൊന്നും ചെയ്യണ്ട. അതിനുശേഷം നിങ്ങൾ ഫോണിൽ ഒഴിവുള്ള എവിടെയെങ്കിലും ഒരുത്തേലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. നമുക്ക് വിഡ്ജറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിഡ്ജറ്റ് എന്നൊരു സംഭവം വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ചില ഫോണിൽ ഓപ്ഷൻ മാറ്റുണ്ടാകും. ഏതായാലും നിങ്ങൾ വിഡ്ജറ്റിലേക്ക് പോവുക. എന്നിട്ട് താഴേക്ക് പോയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാറ്റ കൗണ്ടർ വിഡ്ജറ്റിന്റെ ഒരു ഓപ്ഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ അത് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട മാറ്റം എന്താ വെച്ചാൽ ഈ ബില്ലിംഗ് സൈക്കിൾ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ മന്ത്ലി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇടത്തായ ഡെയിലി എന്നുണ്ടാവും, അതൊന്ന് മാറ്റി കൊടുക്കുക, ഡെയിലി ആക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആഡ് വിഡ്ജറ്റ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിഡ്ജറ്റ് വരും. ഇതിൽ നമ്മളെ ഡാറ്റ ഉപയോഗം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. ഞാനിപ്പോൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, വൈഫൈൻ്റെ കാണിക്കുന്നത്. ഇത് നമുക്ക് മൊബൈൽ ഡാറ്റയിലേക്ക് മാറണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ മൊബൈൽ എന്നുള്ള ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വൈഫൈ ആവും, വൈഫൈ മൊബൈൽ ആവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം, ആവശ്യമുള്ളത് ഉപയോഗിക്കുന്നിട്ട്. സംഭവം എങ്ങനെയായാലും നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.